വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഫലസ്തീൻ ജനത തങ്ങളുടെ മാതൃരാജ്യത്ത് അക്രമകാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നും എപ്പോഴും, അക്രമകാരികളുടെ താല്പര്യത്തിനനുസരിച്ച് എന്നും എപ്പോഴും പലായനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെടുന്നു. ഒരിടത്തു നിന്ന് മാറ്റിയോടിച്ച് മറ്റൊരിടത്തെത്തുമ്പോൾ മനസ്സാക്ഷി നഷ്ടപ്പെട്ട ഇസ്രായേൽ സേന ഹതഭാഗ്യരായ പാവം ഫലസ്തീനികളെ അവിടെ നിന്ന് വീണ്ടും മാറ്റിയോടിപ്പിക്കപ്പെടുന്നു. സ്വന്തം രാജ്യത്ത് നിലനിൽപ്പിന് വേണ്ടി പൊരുതാൻ പോലും അശക്തരായൊരു ജനത ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ്. വരിയുടക്കാത്ത ചില രാഷ്ട്ര നേതാക്കളെങ്കിലും പാവം ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടാകുന്നത് അരണ്ടുപോകുന്ന പ്രതീക്ഷയുടെ വിളക്കിന് വീണ്ടും അല്പം എണ്ണ പകരുന്നതിന് തുല്യമാണ്. ഇസ്രായേൽ ഫലസ്തീന്റെ മണ്ണിലേക്ക് അഹങ്കാരത്തിന്റെ പീരങ്കി പടയച്ചപ്പോൾ ആദ്യമായി ഫലസ്തീനുകൾക്ക് ശബ്ദിക്കാനുണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. എക്കാലത്തെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലക്കരടായി മാറിയിരുന്ന, ഉപരോധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു രാജ്യം. എന്നാൽ ഉപരോധം കൊണ്ട് വളർച്ചയുടെ മുനയൊടിഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഇറാന് പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ പ്രോക്സികളായ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഫലസ്തീനെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്തിറക്കി. എന്നിട്ടും മേഖലയിലുള്ള പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിനോടുള്ള തങ്ങളുടെ ചങ്ങാത്തം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. പലരും തങ്ങളുടെ ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇസ്രായേലുമായി രഹസ്യ ധാരണകൾ ഉണ്ടാക്കി. ഇപ്പോഴും ഇസ്രായേലുമായി പ്രത്യക്ഷത്തിൽ തന്നെ കൈകോർത്ത് നിൽക്കുന്ന പല അറബ് രാജ്യങ്ങളുമുണ്ട്. ഇതിനിടയിലും ഇസ്രായേൽ തങ്ങളുടെ വംശഹത്യയുടെ രക്തപങ്കിലമായ പേജുകൾ മറച്ചുകൊണ്ടേയിരുന്നു. ഓരോ പേജുകളിലും രക്തത്തുള്ളികൾ കൊണ്ട് എഴുതപ്പെട്ടത് നിരപരാധികളായ 40,000-ലധികം വരുന്ന ഫലസ്തീനികളുടെ പേരുകളായിരുന്നു. ഓരോ താളുകൾക്കിടയിലും നിറഞ്ഞു നിന്നിരുന്നത് യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ ഫലസ്തീനിലെ പാവം പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മുഖചിത്രങ്ങളായിരുന്നു. ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നും ഫലസ്തീനു വേണ്ടി മുറവിളികൾ ഉയർന്നു കേൾക്കുമ്പോഴും ലോകരാജാവെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന അമേരിക്ക നിസ്സംഗതയോടെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു. അവരെ കൊണ്ടാവുന്ന സഹായങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കരിന്തിരി പുകയുന്ന മരണവീടിന് മുന്നിൽ വീണ്ടും മരണമെന്ന കോമാളി ശിരികോട്ടി പല്ലിളിച്ചു നിൽക്കുന്ന പോലെയാണ് ഗസ നമുക്കുന്നി. നിരപരാധികളുടെ കബന്ധങ്ങൾ അവിടെ വീണ്ടും നിറയുകയാണ്. ഇസ്രായേലി തീബോംബുകളെ ഭയന്ന് ഇന്നും നിരപരാധികളായ 10,000 പലായനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി പരക്കം പാകുകയാണ് ഫലസ്തീനിൽ, ഗസയിൽ, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ. അൽ ബുറൈജ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോക്ക് തുടരുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 22-ലധികം വരുന്ന ഫലസ്തീനികളാണ്. നിരപരാധികളെ അട്ടിയോടിപ്പിക്കപ്പെടുമ്പോഴും അതിനിടയിലും അവർ വേട്ടയാടപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു എന്നതാണ് സത്യം. ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 15 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ്. സദേൺ ഗസയിലായിരുന്നു ആ ബോംബാക്രമണം നടന്നത്. ഇസ്രായേൽ സേന സുരക്ഷിത മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ തന്നെ പാവപ്പെട്ട ഫലസ്തീനികൾക്കറിയാം ഇനി ഈ രാജ്യത്ത് സുരക്ഷിതമായ ഒരു മേഖല പോലും ഇല്ലെന്നും. എന്നിട്ടും അവർ എവിടേക്കെന്നില്ലാതെ ഒഴിഞ്ഞു പോവുകയാണ്. അവർക്കറിയാം തൊട്ടുമുന്നിൽ നിൽക്കുന്നത് മരണത്തിന്റെ പടുകുഴികളാണെന്ന്. സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് മരണവും ഒരു സമാധാനം തന്നെയാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധിനിവേശ ഗോലാൻ കുന്നിലെ മാജിദ് അൽ ഷംസ് സന്ദർശിച്ചു. അവിടെയായിരുന്നു 2 ദിവസം മുമ്പ് ഹമാസിൻ്റെതെന്ന് പറയുന്ന റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ടത്. അതേസമയം മാജിദ് അൽ ഷംസിലെ അപകടം ഇസ്രായേലിന്റെ തന്നെ റോക്കറ്റുകൾ ലക്ഷ്യം തെറ്റി പതിച്ചതാണെന്നും അതല്ല യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിന് വേണ്ടി ഇസ്രായേൽ കരുതിക്കൂട്ടി ചെയ്തതാണെന്നുമുള്ള രഹസ്യ സംസാരങ്ങളുണ്ട്. അങ്ങനെ ഒരു ഊഹാപോഹത്തിന് ഇട നൽകുന്നത് കൊല്ലപ്പെട്ട കുട്ടികൾ ആദ്യം തന്നെ ജൂത കുട്ടികളായിരുന്നില്ല എന്നുള്ളതാണ്. അവർ അധിനിവേശ ഗോലാൻ കുന്നിലെ അറബ് വംശജരുടെ മക്കളായിരുന്നു.
മാജിദ് അൽ ഷംസിൽ സന്ദർശനം നടത്തിയ നെതന്യാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: കുട്ടികളുടെ മരണത്തിൽ, ഈ ആക്രമണത്തിൽ വിവരണാതീതമായ വേദന സഹിക്കുന്ന കുട്ടികളുടെ കുടുംബത്തെ ഞാൻ ചേർത്ത് നിർത്തുന്നു. കുട്ടികൾ അവർ നമ്മുടേതാണ്. അവർ ഇസ്രായേലിന്റെ മക്കളാണ്. അവരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിനാവുകയില്ല. അതിന് ഇസ്രായേൽ അനുവദിക്കുകയുമില്ല. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിനെതിരെയുള്ള പ്രതികാര നടപടി എത്രയും പെട്ടെന്നുണ്ടാകും. അത് ഏറ്റവും കടുത്തതുമായിരിക്കും. നെതന്യാഹുവിന്റെ വാക്കുകളിൽ തന്നെ ആ കുട്ടികൾ അപരവൽക്കരിക്കപ്പെടുന്നതിന്റെ ഒരു ധ്വനിയുണ്ട്. മാജിദ് അൽ ഷംസിലെ താമസക്കാർ, അവിടുത്തെ ജനവിഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനെതിരെയാണ് പ്രതിഷേധം ഉയർത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. പ്രതിഷേധത്തെ തുടർന്ന് നെതന്യാഹു സംഭവ സ്ഥലത്തു നിന്നും പെട്ടെന്ന് തന്നെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിലെ ന്യൂനപക്ഷ വിഭാഗമായ അറബ് വംശജരുടെ പ്രദേശമാണ് മാജിദ് അൽ ഷംസ്. അവരാണ് അവിടെ കൂടുതലായി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ഒരുക്കിയ കെണിയായിരുന്നു റോക്കറ്റ് ആക്രമണം എന്ന് സംശയിക്കുന്നതും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ ഈ റോക്കറ്റുകളെ കാണാതെ പോയതും. ഇത് നമ്മുടെ കുട്ടികളാണ്, ഇത് ഇസ്രായേലിന്റെ മക്കളാണ് എന്ന് നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞത് ആ ന്യൂനപക്ഷ സമുദായത്തിന്റെ, ന്യൂനപക്ഷ സമൂഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമായിരുന്നോ ഈ കോമാളിത്തരമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അറബ് വംശജരുടെയും മറ്റും പ്രതിഷേധത്തിൽ ഉയർന്നു വന്ന മറ്റൊരു നിലപാട്, നിലവിലുള്ള ഗസ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല, തങ്ങളുടെ കുട്ടികൾ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നീണ്ടുപോകുന്നതിനും സംഭവിക്കാതിരിക്കുന്നതിനും കാരണം നെതന്യാഹു തന്നെയാണെന്ന് അവിടെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ മുടന്തിരി ന്യായങ്ങൾ പറഞ്ഞ് വെടിനിർത്തൽ കരാറിനെ തുരങ്കം വെക്കുന്നത് നെതന്യാഹു തന്നെയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുതന്നെയാണ് സത്യവും. കാരണം നെതന്യാഹുവിന് തന്റെ നിലനിൽപ്പാണ് അത്യാവശ്യമായിട്ടുള്ളത്. ആ അർത്ഥത്തിലും കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദി നെതന്യാഹു തന്നെയാണെന്ന് മാജിദ് അൽ ഷംസിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അതുതന്നെയായിരിക്കാം അവരുടെ പ്രതിഷേധത്തിന് കാരണമായത്.